വയനാട്ടിലെ ദുരിതബാധിതർക്ക് 25 വീട് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പറഞ്ഞത് ഡിവൈഎഫ്ഐ ആയതുകൊണ്ട് ആർക്കും അതിലൊരു സംശയം ഉണ്ടാവാനിടയില്ല. കാരണം മുൻപ് പ്രളയകാലത്ത് ആക്രി പെറുക്കിയും അധ്വാന വിഹിതം നൽകിയും അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് 1-2 രൂപയല്ല, 12 കോടി രൂപയോളമാണ്. വയനാട് ഫണ്ടിനായി എൻ്റെ പ്രദേശത്തെ ഡിവൈഎഫ്ഐ യൂണിറ്റ് കമ്മിറ്റി കണ്ടെത്തിയ ഒരു മാർഗം കണ്ടു. തികച്ചും വേറിട്ട ഒരു രീതി. വയനാട് 25ഓളം കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ഡിവൈഎഫ്ഐ തീരുമാനിക്കുമ്പോൾ സ്വതന്ത്രമായിട്ട് ഓരോ യൂണിറ്റ് കമ്മിറ്റികളും അത് ഏറ്റെടുത്ത് അവരുടേതായ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവാണ്. ഇവിടെ മലപ്പുറം ജില്ലയിലെ ചുപ്രങ്ങോട് വില്ലേജിനകത്തെ കൈമൽശ്ശേരി യൂണിറ്റ് തികച്ചും മാതൃകാപരമായ ഒരു രീതിയാണ്. ആരാണ് ഇതിന്റെ ഇങ്ങനെ ഒരു ആശയം ആരുടെ മനസ്സിലാ തോന്നിയത്? തീർത്തും നമ്മുടെ ബ്ലോക്ക് മെമ്പർ ആയിട്ടുള്ള ആര്യയുടെ ആശയമാണിത്. ആര്യ, നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത് ഒന്ന് വിശദീകരിക്കുക. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, വയനാട്ടിലെ ആ ഉരുൾപൊട്ടലിന് ശേഷം നമുക്ക് അവരുടെ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾക്ക് ഒരു കൈത്താങ് എന്ന നിലയ്ക്ക് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ള 25 കുടുംബങ്ങൾക്ക് 25 വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു ക്യാമ്പയിനാണ് നമ്മൾ ഡിവൈഎഫ്ഐ എടുത്തിട്ടുള്ളത്. അതിന്റെ ആസ്പദമാക്കിക്കൊണ്ട് ഓരോ യൂണിറ്റ് കമ്മിറ്റിയും ആക്രി സാധനങ്ങൾ പെറുക്കിയിട്ട്, ഇതിന് മുന്നേ ചെയ്തതുപോലെ തന്നെ ആക്രി സാധനങ്ങൾ പെറുക്കിയിട്ട് ചെയ്യാൻ അത് വിറ്റിട്ട് കിട്ടുന്ന ഫണ്ടായിരുന്നു നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തീർത്തും ഞങ്ങൾ അതിനിറങ്ങിയ സമയത്ത് നമ്മുടെ ബ്ലോക്ക് മെമ്പർ ആയിട്ടുള്ള ആര്യാണ് നമ്മളോട് ഇങ്ങനെ ഒരു ആശയം പങ്കുവെച്ചത്. അതായത് ഈ പലഹാരം നിങ്ങൾ വീട്ടിലുണ്ടാക്കിയതാണോ അതോ മറ്റ് എവിടെന്നെങ്കിലും കളക്ട് ചെയ്തതാണോ? അതെ, ഓരോ വീടാന്തരം കയറിയിട്ട് വീട്ടമ്മമാരോട് ഞങ്ങൾ ആശയം പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ ഇത് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സൗജന്യമായിട്ട് അവരെല്ലാ വീടുകളിലും എല്ലാം ചായ അടക്കം ഓരോ വീടുകളായിട്ട് കളക്ട് ചെയ്തതാണ്. ഇത് എത്ര രൂപയ്ക്കാണ് നിങ്ങൾ കൊടുത്തിരുന്നത്? നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ട് 10 രൂപക്ക് ചായ, 10 രൂപക്ക് കടി എന്നുള്ള രീതിയിലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ വന്ന് പിടിച്ചവരെല്ലാവരും 10 രൂപയിൽ കൂടുതൽ സംഖ്യ നമുക്ക് തന്നിട്ടുള്ളൂ. അത് തീർത്തും ഡിവൈഎഫ്ഐ ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവരത് പൂർത്തിയാക്കുമെന്ന് ജനങ്ങൾക്ക് ബോധമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നവരെല്ലാം 10 രൂപന്റെ ചായ കുടിക്കുകയാണെങ്കിൽ പോലും നമുക്ക് അതിൽ കൂടുതൽ സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ ഇന്ന് ആക്രി സാധനങ്ങളൊക്കെ പെറുക്കിയപ്പോണ്ടായ അനുഭവം എങ്ങനെയായിരുന്നു? വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ തന്നെ. കാരണം മറ്റു യുവജന സംഘടനകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ആക്രി സാധനങ്ങൾ പെറുക്കി, കാരണം ഒരാൾ തൊടാൻ പോലും അറപ്പ് കാണിക്കുന്ന വസ്തുക്കളാണത്. അത് പെറുക്കിയിട്ടാണ് നമ്മൾ കളക്ട് ചെയ്തിട്ട് വിറ്റിട്ടാണ് നമ്മൾ ഫണ്ട് സമാഹരിക്കുന്നത്. ഒരേ സമയത്ത് ആക്രി പെറുക്കുന്നതിലൂടെ ഒരു പ്രദേശത്തെ ക്ലീൻ ചെയ്യാന്നുള്ള ഒരു ഉദ്യമം കൂടി ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളടക്കം പെറുക്കി വിൽക്കുമ്പോൾ ആ പ്രദേശം ക്ലീൻ ആവുകയും ചെയ്യും. ഏതായാലും ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെയും അഭിനന്ദനങ്ങൾ. ഇവരുടെ ഈ ഉദ്യമത്തിന് ആളുകളുടെ നല്ല സപ്പോർട്ടാണ് ലഭിച്ചത്. കാരണം 10 രൂപയുടെ പലഹാരവും 10 രൂപയുടെ ചായയും വാങ്ങിയിട്ട് 250 രൂപ കൊടുത്തവരുമുണ്ട്. ആ രീതിയിൽ ആളുകളുടെ സഹകരണം ഉണ്ടായപ്പോൾ അരമണിക്കൂർ സമയം കൊണ്ട് ഇവരുടെ ഈ പലഹാര വിതരണവും ചായ വിതരണവും അവസാനിച്ചെന്ന് മാത്രമല്ല, ഏകദേശം 4800-ലധികം രൂപ ഇവർക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐയുടെ മറ്റു യൂണിറ്റുകൾ ഇത് മാതൃകാപരമായി ഏറ്റെടുത്താൽ ഇത് ഡിവൈഎഫ്ഐയുടെ ഈ ഉദ്യമം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വയനാട് ഉണ്ടായിട്ടുള്ള ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയും ഒക്കെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ഒട്ടനവധി ആളുകളുടെ വീടും അതുപോലെ തന്നെ അവരുടെ ഭൂമിയുമൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നൂറുകണക്കിന് ആളുകളാണ് അവിടെ മരണപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകളുടെ വീടും ഭൂമിയുമൊക്കെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ അവർക്ക് കൈത്താങ്ങാകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വയനാട് എന്ന ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്ത് 25 കുടുംബങ്ങൾക്ക് 25 വീട് സർക്കാരുമായി സഹകരിച്ച് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ച റീസൈക്കിൾ മോഡൽ ധനം സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2018-19 പ്രളയവും അതുപോലെ തന്നെ മഴക്കെടുതിയും അതിനുശേഷമുണ്ടായിട്ടുള്ള കോവിഡ് കാലത്തൊക്കെ ഡിവൈഎഫ്ഐ നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പത്രങ്ങളും അതുപോലെ തന്നെ പാഴ്വസ്തുക്കളും അതിൻ്റെ കൂടെ തന്നെ നാളികേരവും ഡിവൈഎഫ്ഐക്കാരുടെ തൊഴിലിൻ്റെ അധ്വാനവും അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളിലാണ് ഡിവൈഎഫ്ഐ 12 കോടി രൂപ സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചത്. ആ ഒരു മാതൃകയിലാണ് 25 കുടുംബങ്ങൾക്ക് 25 വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത് ഈ വയനാട്ടിലെ നമ്മളെ സുഹൃത്തുക്കൾക്ക്. അപ്പോൾ തീർച്ചയായും അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചുള്ളത്.
അപ്പോൾ അതിലേക്കുള്ള ഓരോ യൂണിറ്റുകളിൽ നിന്നുമാണ് നമ്മൾ ഈ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കൈമശ്ശേരി DYFIയുടെ യൂണിറ്റ് കമ്മിറ്റി ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിനാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചുള്ളത്. ഇവിടെയുള്ള ഈ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള നമ്മുടെ വീട്ടമ്മമാർ സ്വന്തമായി ഉണ്ടാക്കിയിട്ടുള്ള പലഹാരങ്ങളും അതുപോലെ തന്നെ ചായയും ഒക്കെ ഇവിടുത്തെ DYFIയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ വിൽപ്പന നടത്തുകയാണ്. അവർ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് കിട്ടുന്ന പണം മുഴുവൻ DYFI നിർമ്മിക്കുന്ന ഈ വീടിന്റെ നിർമ്മാണത്തിലേക്ക് അവരുടെ യൂണിറ്റിന്റെ ഭാഗമായി അടക്കും, അല്ലെങ്കിൽ അതിനുവേണ്ടി ചെലവഴിക്കും എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരം ഒരു തീരുമാനമെടുത്ത ഈ ഒരു പ്രവർത്തനത്തിലേക്ക് വന്നിട്ടുള്ള DYFIയുടെ കൈമലശ്ശേരി യൂണിറ്റ് കമ്മിറ്റിയെ DYFIയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഈ സമയത്ത് ഞാൻ അഭിവാദ്യം ചെയ്യാണ്. ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനത്തിലേക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും കടന്നു വരണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.